തദ്ദേശഫലം നിയമസഭയിൽ ആവർത്തിക്കില്ലെന്ന് മുഖ്യമന്ത്രി. 10 വർഷത്തെ ഭരണം ജനം വിലയിരുത്തും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ കരിവാരിത്തേക്കുന്നുവെന്നും പിണറായി. വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നു. JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി. തെരുവ് നായ്ക്കളെ നേരിടാൻ പൂച്ചകളെ വളർത്താമെന്ന് സുപ്രീം കോടതിയുടെ പരിഹാസം. അതിരുവിട്ട മൃഗസ്നേഹത്തെയും പരിഹസിച്ച കോടതി. തിരുവനന്തപുരം മൺവിളയിൽ വളർത്തുനായകൾ വിദ്യാർത്ഥിനിയെ കടിച്ചുകീറി. നായ്ക്കളുടെ ആക്രമണത്തിൽ ശസ്ത്രക്രിയ പോലും ദുഷ്കരമായ നിലയിൽ മുറിവുകൾ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സർക്കാർ നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലായതിനാൽ വിധി പറയാൻ അവകാശമില്ലെന്ന നിയമോപദേശത്തിൽ. ദിലീപിനെതിരായ തെളിവുകൾ പക്ഷപാതപരമായി തള്ളിയെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ഇടത് ശബ്ദമായിരുന്ന റെജി ലൂക്കോസ് BJPയിൽ. മാരാർജി ഭവനിൽ ഷോൾ അണിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് റെജി. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് മന്ത്രി VN വാസവൻ. CPM കോൺഗ്രസ് അന്തർധാരയെന്ന് രമേശ് ചെന്നിത്തല. പിണറായി വിജയനെ വിമർശിച്ച ഇടനിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിന് CPMന്റെ ശാസന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് ക്ലീൻ ചിറ്റ്. കേസുമായി തനിക്ക് ബന്ധമില്ലെന്ന് SIT. പ്രതി ചേർക്കാൻ മതിയായ തെളിവുകളിൽ നിന്ന് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ട്. ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇത്തരം വാർത്തകൾ CPM പുറത്തുവിടുന്നതെന്ന് രമേശ് ചെന്നിത്തല. കേരള കോൺഗ്രസ് മാണിയെ UDFൽ എത്തിക്കാനുള്ള നീക്കം വെട്ടാൻ ജോസഫ് വിഭാഗം. തോൽക്കുമെന്ന് ഉറപ്പായവരെ MLAയും മന്ത്രിയുമാക്കാൻ അനുവദിക്കില്ലെന്ന് പാർട്ടി കോർഡിനേറ്റർ അപ്പു ജോൺ. 5 വർഷം ഈ ഭരണതലത്തിലുള്ള എല്ലാ ബെനഫിറ്റ്സും ഉൾക്കൊണ്ടിട്ട് ഈ ലാസ്റ്റ് മിനിറ്റിൽ തോക്കാൻ നിൽക്കുന്ന ആളുകൾ അവർക്ക് ജയിക്കാൻ വേണ്ടി മാത്രം UDFലേക്ക് വരുന്നതിന്, നമ്മുടെ UDFലെ ആളുകളുടെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വരുന്നതിനെ കുറിച്ച് ഒരു അർത്ഥവുമില്ല. ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്ന ലീഗിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും ജോസഫ് ഗ്രൂപ്പ്. ഇനി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർബന്ധിത വിരമിക്കൽ. V രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി ധനമന്ത്രാലയം. കൈക്കൂലിയടക്കം നിരവധി ആക്ഷേപങ്ങളിലെ അന്വേഷണത്തിനൊടുവിൽ നടപടി. പുറത്തായത് നയതന്ത്ര സ്വർണ്ണക്കടത്തു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്കിൽ അന്തരിച്ചു. അന്ത്യം പൂനെയിലെ ആശുപത്രിയിൽ. വിട പറഞ്ഞത് പരിസ്ഥിതിയെ തൊട്ടറിഞ്ഞ ശാസ്ത്രജ്ഞൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.